എൻ ജീവനേ എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. ഇവിടെ ക്ലാസ്സിന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഒരു വാക്യം എന്ന് പറയുന്നത് 2 പത്രോസ് 1 അധ്യായത്തിന്റെ 4 വാക്യമാണ്. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അതിലെ ഒരു വാക്യമാണ് അല്ലെങ്കിൽ ഒരു വാക്യാംശമാണ് നമ്മൾ ഈ വേദപുസ്തക പഠനത്തിന്റെ തീമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്താണ്? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ നേച്ചർ. ദിവ്യ സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തീയ സ്വഭാവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. പഠിച്ചില്ലെങ്കിൽ പിന്നെ പഠിപ്പിക്കുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തീയ സ്വഭാവം എന്നുള്ളതാണ്. ക്രിസ്ത്യൻ ക്യാരക്ടർ എന്നുള്ളതാണ്. ക്രിസ്ത്യൻ ക്യാരക്ടർ, സ്വഭാവം. പല സമയത്തും നമ്മുടെ ഒരു തെറ്റായ ധാരണയുണ്ട്. ദൈവം ഏറ്റവും കൂടുതൽ പ്രസാദിക്കുന്നത് നമ്മുടെ ആരാധനയിലാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആരാധനയിൽ പ്രസാദിക്കത്തില്ലെന്നല്ല, പക്ഷെ ആരാധനയ്ക്കും അപ്പുറത്ത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു കാര്യമുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവമാണ്, ക്യാരക്ടർ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം തുടങ്ങുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 2 അധ്യായത്തിലും സൃഷ്ടിയുടെ അനുഭവം, 3 അധ്യായത്തിൽ പാപം കടന്നു വരുന്നത്, 4 അധ്യായത്തിൽ 2 സഹോദരന്മാരുടെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. 2 സഹോദരന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ 2 പേരും യാഗമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവർ ആരാധിക്കാനായിട്ട് കടന്നുപോയി. എന്നാൽ ആരാധിക്കാൻ കടന്നുപോയതിൽ ഒരാളുടെ ആരാധന കഴിഞ്ഞ് അല്ലെങ്കിൽ 2 പേരുടെയും ആരാധന കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, യഹോവ കയീനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. അപ്പൊ നമുക്ക് പലപ്പോഴും ഒരു സംശയമൊക്കെ തോന്നാറുണ്ട്, എന്തുകൊണ്ടാണ് 2 ചേട്ടനും അനിയനും കൂടെ യാഗം കഴിക്കാൻ പോയിട്ട് ഒരാളുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയും മറ്റൊരാളുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാകാം, ഇല്ലേ? നമ്മളൊക്കെ അതിന് പലപ്പോഴും നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു ഉത്തരം കണ്ടുപിടിക്കുമല്ലോ. അല്ലാതെ എനിക്കറിയത്തില്ലെന്ന് പറയാൻ നമുക്ക് പലപ്പോഴും മനസ്സില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഉത്തരം കണ്ടുപിടിക്കും. അപ്പൊ എന്താണ്? അപ്പം അതുകൊണ്ട് ആബേലച്ചൻ ഉൾപ്പെടെ, ആബേലച്ചന്റെ പഴയ പാട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ചീഞ്ഞളിഞ്ഞ ഫലമൂല്യങ്ങൾ ദൈവത്തിന് ബലി നൽകി സ്വാർത്ഥനായ കായേൻ സ്വന്തം നിലമറന്നു. കേട്ടിട്ടില്ലേ? ഒന്നും ഇല്ലല്ലേ? ഉണ്ട്. അത് പഴയ ഒരു കോമൺ പാട്ടാണ്. ചെറുപ്പക്കാർക്കൊക്കെ അറിയത്തില്ലായിരിക്കും. നമ്മൾ പഴയ പ്രായമുള്ളവർക്കൊക്കെ പണ്ട് കേട്ടിട്ടുള്ള ഒരു പാട്ടാ, ഇല്ലേ? അപ്പോൾ ആ പാട്ടിനകത്ത് പറയുന്നത് അനുസരിച്ച് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാഞ്ഞത് അവൻ നല്ല ഫലങ്ങൾ കൊണ്ട് കൊടുക്കാതെ ചീത്ത ഫലങ്ങൾ കൊണ്ട് കൊടുത്തത് കൊണ്ടാണെന്നാണ് അവിടെ വ്യംഗ്യമായി ഓർപ്പിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കത് അത്രയും അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നിപ്പം ചീഞ്ഞ ഫലമൂല്യങ്ങളൊന്നും കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ക്ഷാമം ഉണ്ടെങ്കിലല്ല അതിനകത്തൊന്ന് ചീഞ്ഞ ഫലമൂല്യങ്ങൾ കൊണ്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ അന്ന് ഇത്ര ആൾക്കാരല്ല ഉള്ളൂ. അതിനിടയ്ക്ക് എന്താണെങ്കിലും ഭൂമി ഫലപുഷ്ടമായിരിക്കുന്ന ഒരു സമയമാണ്. എത്രയാണെങ്കിലും അത് അതിന്റെ ഫലപുഷ്ടി കുറഞ്ഞെന്ന് പറഞ്ഞാലും ആവശ്യത്തിന് ഫലമൂല്യങ്ങളുള്ള ഒരു സമയത്ത് അതിനകത്ത് ചീഞ്ഞ ഫലമൂല്യങ്ങൾ കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെ അങ്ങനെ ചീഞ്ഞ ഫലമൂല്യങ്ങൾ കൊണ്ട് കൊടുക്കത്തക്ക രീതിയിൽ ഒരു വിഡ്ഢിയാണ് കയീനെന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കയീൻ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമാനായ ഒരുത്തനാണ്. അതുകൊണ്ട് അവൻ ഒരിക്കലും ദൈവത്തിന് പ്രസാദം ഉണ്ടാകാതിരിക്കത്തക്ക നിലയിൽ ഒരു ചീഞ്ഞ ഫലങ്ങൾ കൊണ്ട് ദൈവത്തിന് കൊണ്ട് പ്രസാദമായിട്ട് അർപ്പിക്കുമെന്ന് എനിക്കൊരു ബോധ്യമില്ല, യാഗമായിട്ട് അർപ്പിക്കുമെന്ന്. പിന്നെ എന്താണ് ഇവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാഞ്ഞതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ദൈവശാസ്ത്രപരമായ ഒരു ഉത്തരം പലരും സൺഡേ സ്കൂളിലും മറ്റും പഠിപ്പിക്കുകയും ചെയ്യും. അത് മറ്റൊന്നുമല്ല, രക്തച്ചൊരിച്ചിലില്ലാത്ത യാഗം അവൻ അർപ്പിച്ചു. ഹാബേലിന്റെ യാഗത്തിൽ രക്തച്ചൊരിച്ചിലുണ്ടായിരുന്നു, കയീന്റെ യാഗത്തിൽ രക്തച്ചൊരിച്ചിലില്ല. ആട്ടിൻകുട്ടിയെ അർപ്പിച്ചത് കൊണ്ടാണ് അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചതെന്ന് നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനകത്തും വിശ്വാസമില്ല. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്,
ഒന്ന്, ദൈവം അവനോട് പറയുന്നത്, കയീനെ, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നീ കോപിക്കുന്നത് എന്തിനാണ്? നീ ഒരു ആട്ടിൻകുട്ടിയെ യാഗമർപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ പ്രസാദിക്കയില്ലായിരുന്നോ എന്നാണോ ചോദിക്കുന്നത്? അല്ല. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദമുണ്ടാവുകയില്ലയോ? അപ്പോൾ ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കാത്തത് കൊണ്ടല്ല ദൈവം അടിസ്ഥാനപരമായി കയീനിൽ പ്രസാദിക്കാതിരുന്നത്, അല്ലെ കയീന്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നത്. എന്താണ് കാരണമെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ്? യഹോവ കയീനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. അതായത് യാഗത്തിലല്ല പ്രസാദം തുടങ്ങുന്നത്, വ്യക്തിയിലാണ്. വ്യക്തി യാഗത്തിൽ പ്രസാദിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഹാബേലിൽ പ്രസാദിച്ചു, കയീനിൽ പ്രസാദിച്ചില്ലെന്നല്ല, ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. അപ്പോൾ ആരാധനയ്ക്കകത്ത് കാര്യമുണ്ട് കേട്ടോ. ആരാധനയ്ക്കകത്ത് കാര്യമില്ലെന്ന് ഞാൻ വന്ന് പറഞ്ഞെന്ന് ആരും പറയരുത്. ആരാധനയ്ക്കകത്ത് കാര്യമുണ്ടില്ലെന്നല്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ ആരാധിച്ചത് കൊണ്ട് ദൈവം അങ്ങനെ ആ ആരാധന കണ്ട് മാത്രം ദൈവത്തെ ആരാധന കൊണ്ട് മാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ ഓർക്കേണ്ടതായ കാര്യം. ആരാധന കൊണ്ട് മാത്രം പറ്റില്ല. ആദ്യം എന്താണ് നടക്കേണ്ടത്? വ്യക്തിയിലുണ്ടാകുന്ന വ്യത്യാസം, വ്യക്തിയുടെ സ്വഭാവം. ഹാബേലിൽ ദൈവം പ്രസാദിച്ചു, അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. കയീനിൽ ദൈവം പ്രസാദിച്ചില്ല, അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. അപ്പോൾ എവിടെയാണ് പ്രസാദം തുടങ്ങുന്നത്? വ്യക്തിയിലാണ്, അല്ലാതെ യാഗത്തിലല്ല. എന്നാൽ വ്യക്തി യാഗം കഴിക്കുമ്പോൾ വ്യക്തിയിൽ പ്രസാദം ഉണ്ടെങ്കിൽ അവന്റെ യാഗത്തിലും എന്തുണ്ട്? പ്രസാദമുണ്ട്. നമ്മൾ എന്തോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആരാധിക്കുമ്പം ബാക്കിയെല്ലാം അങ്ങ് തീർന്നു പോകും, സ്വഭാവമൊന്നും വിഷയമല്ലെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. നിങ്ങൾ ആരാധിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തിന് രൂപാന്തരം ഉണ്ടാകത്തിടത്തോളം കാലം ദൈവം നിങ്ങളിൽ പ്രസാദിക്കത്തില്ല. കയീന്റെ ആരാധന മോശമായിട്ടല്ല, കയീൻ ആട്ടിൻകുട്ടിയെ അർപ്പിക്കാഞ്ഞതുകൊണ്ടുമല്ല, കയീൻ അവന്റെ രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ദൈവത്തിന് കൊടുത്തെന്ന് തന്നെ എന്റെ ചിന്ത. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആ വ്യക്തിയിലാണ് ദൈവം പ്രസാദിക്കാഞ്ഞത്. അതുകൊണ്ട് രൂപാന്തരം ആവശ്യമായിരിക്കുന്നത് വ്യക്തിയിലാണ്, സ്വഭാവത്തിലാണ്. ആ സ്വഭാവത്തിലെ രൂപാന്തരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രിസ്തീയ സ്വഭാവം, ദൈവിക സ്വഭാവം, ദിവ്യ സ്വഭാവം എന്നുള്ളതാണ് നമ്മളുടെ ബൈബിൾ ക്ലാസിന്റെ സബ്ജക്ട് തന്നെ. ദിവ്യ സ്വഭാവം അല്ലെങ്കിൽ ക്രിസ്തീയ സ്വഭാവം, ക്രിസ്ത്യൻ ക്യാരക്ടർ. അപ്പൊ നമ്മളിൽ ദൈവം പ്രസാദിച്ചാൽ പിന്നെ ദൈവം നമ്മുടെ ആരാധനയിലും പ്രസാദിക്കും. അതിന് ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല. ദൈവം പ്രസാദിക്കും നമ്മുടെ ആരാധനയിൽ. പക്ഷെ എപ്പോൾ മാത്രമാണ്? നമ്മുടെ ക്യാരക്ടറാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഞാൻ ഒത്തിരി എല്ലാ മെസ്സേജസിലും പറയുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ചിലർ അന്ന് പലരും വന്ന്, കർത്താവ് പറയാണ്, അന്ന് പലരും വന്ന് എന്നോട്, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ? കർത്താവ് എന്ത് പറഞ്ഞു? അന്ന് ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് തീർത്തു പറയുമെന്ന്. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ആരാധിക്കുന്നത് മാത്രമല്ല, ഇനി ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ പോലും, ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ പ്രവചിക്കുന്നവരും ഭൂതശാന്തി ഉള്ളവരും ഇന്നിപ്പോ രോഗശാന്തി ഉള്ളവരും, ഞാനിപ്പം പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇന്ന് ഒരാളെ നമ്മൾ വിലമതിക്കുന്നത് അയാൾ സുവിശേഷം പറയുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, പ്രത്യുത അയാൾ എത്ര പേരെ സൗഖ്യമാക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ടെലിവിഷൻ തുറന്നു വെച്ചാല് ഏറ്റവും ഒടുവിൽ പാപികളെ അല്ലല്ലോ വിളിക്കുന്നത്. ആരെയാ വിളിക്കുന്നത്? അതെന്തോ എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. വേദപുസ്തകത്തിൽ പ്രസംഗം കഴിയുമ്പോൾ ആരെയാ വിളിക്കുന്നത്? പാപികളെ മാനസാന്തരത്തിനായിട്ട് വിളിക്കുന്നു. ഇന്നങ്ങനല്ലേ, രോഗികളായവർ കടന്നു വന്നാട്ടെ. ഇവരെന്താ ഈ പാപികളായവർ കടന്നു വന്നാട്ടെ എന്ന് പറയാത്തെ? പറഞ്ഞാൽ ആരാ വരുന്നേ? അവ എന്റെ പ്രസംഗം കഴിയുമ്പം ഒത്തിരി പേര് മുന്നേ വരുന്നത് കാണുന്നതാണല്ലോ എന്റെ യോഗത്തിന്റെ മാഹാത്മ്യമായിട്ട് എനിക്ക് ടെലിവിഷനിൽ കാണിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? രോഗികളായവർ വന്നിട്ട് തലവേദനയുള്ളവർ ഇടത്തോട്ട് മാറി നിന്നാട്ടെ, പല്ലുവേദനയുള്ളവർ വലത്തോട്ട് മാറി നിന്നാട്ടെ, നടുവേദനയുള്ളവർ നടുക്കോട്ട് കയറി നിന്നാട്ടെ എന്ന് പറഞ്ഞ് എല്ലാരെയും കൂടെ നിർത്തി കഴിഞ്ഞിട്ട് ഫോട്ടോയും എടുത്ത് ടി വിയിലും ഇതെല്ലാം കൂടെ കാണിക്കുന്നതിനകത്ത് അത് വേദപുസ്തകത്തിലുള്ളതാണോ നിങ്ങളൊന്ന് ആലോചിക്കണം.
അപ്പോസ്തലന്മാരോ യേശുവോ പോലും മീറ്റിംഗിന് ശേഷം രോഗികളെ വിളിച്ചു വരുത്തിയാൽ നമ്മൾ കാണുന്നില്ല. രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, പക്ഷെ രോഗികളെ വിളിച്ചു വരുത്തുന്നത് നമ്മൾ കാണുന്നില്ല. കാര്യം, പ്രസംഗം രോഗസൗഖ്യത്തെക്കുറിച്ചല്ല, പ്രസംഗം പാപബോധമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. യേശു പ്രസംഗിച്ചതിനകത്ത് എത്ര വാക്കുകളുണ്ട് രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട? യേശുവിന്റെ സകല പ്രസംഗങ്ങളും ഉപദേശങ്ങളും ഒന്നെടുത്തു വെച്ചേ. രോഗസൗഖ്യവുമായി ബന്ധപ്പെടുത്തി എത്ര വാക്കുകൾ യേശു രോഗികളെ സൗഖ്യമാക്കി എന്നുള്ളത് ഞാൻ പറഞ്ഞത്. യേശുവിന്റെ പ്രസംഗങ്ങളിൽ രോഗം സൗഖ്യമാക്കുന്ന കാര്യം യേശു പ്രസംഗിച്ചത് നിങ്ങളൊന്ന് നോക്ക, എത്രയിടത്തുണ്ട്. പിന്നെ നമ്മൾ ആരാ യേശു പ്രസംഗിക്കാത്തത് പ്രസംഗിക്കാൻ? അപ്പോസ്തലന്മാരാരെങ്കിലും രോഗികളെ മുന്നോട്ട് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മള് ആളുകളുടെ രൂപാന്തരത്തിന് വേണ്ടി അല്ല പ്രസംഗിക്കുന്നത്, ആള് കൂട്ടാനും കാശുണ്ടാക്കാനും വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്. എന്നിട്ട് പലപ്പോഴും ഈ ടെലിവിഷനിലും മറ്റും കാണിക്കുന്നതൊക്കെ വെറും കള്ളത്തരമാണ്. എന്നാന്ന് ചോദിച്ചാൽ, എടാ, വോക്കറെ നടന്നുകൊണ്ടിരുന്ന ഒരുത്തനെ എണീപ്പിച്ചിട്ട് വോക്കർ എടുത്ത് കളഞ്ഞേച്ച് രണ്ടുപേര് താങ്ങി നടത്തിയിട്ട് ഇവൻ നടന്നെന്ന് പറഞ്ഞാൽ, ഇവൻ നേരത്തെയും വോക്കറെ നടക്കുന്നവനായിരുന്നല്ലോ, നേരത്തെ വോക്കർ താങ്ങി, ഇവ രണ്ടുപേര് താങ്ങുന്നല്ല ഉള്ളൂ. എന്നിട്ട് കരങ്ങളെ അടിച്ചാട്ടെ, മഹത്വം കൊടുത്താട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ ദൈവനാമത്തിന് അപമാനമേ ഉണ്ടാക്കത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. രോഗസൗഖ്യം ഉണ്ടാകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിച്ച് 100 കണക്കിന് രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പരസ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സാധനങ്ങളല്ല. അത് തന്നെ ഒന്നാമത് മനസ്സിലാക്കണം. ടെലിവിഷനിൽ ഇതെല്ലാം കൂടെ കാണിക്കാനുള്ള ഒരു സാധനമല്ല. അത് പറഞ്ഞാരെയും വിശ്വസിപ്പിക്കുകയും വേണ്ട. അതൊന്നും ദൈവം ഉദ്ദേശിക്കുന്നില്ല. ഒരു മനുഷ്യന് രൂപാന്തരം ഉണ്ടാകുന്നത് അവന് പാപിയാണെന്ന് ബോധ്യം ഉണ്ടാകുമ്പോഴാണ്. പാപിയാണെന്ന് നമുക്ക് ബോധ്യം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ദൈവവചനമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് സ്വഭാവത്തിന്റെ രൂപാന്തരീകരണമല്ലാതെ എന്റെ ശുശ്രൂഷയുടെ മാഹാത്മ്യം കൊണ്ട് പോലും ഞാൻ സ്വർഗത്തിലേക്ക് പോകത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. ആദ്യം എന്ത് പറഞ്ഞു? നിങ്ങളുടെ സ്വഭാവമാണ് കർത്താവ് നോക്കുന്നത്, അല്ലെങ്കിൽ യഹോവ ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന പാട്ടുകൾ വലിയ വലിയ പാട്ടുകളാണ്. നിങ്ങളുടെ ശുശ്രൂഷ പോലും നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. ടെലിവിഷനകത്ത് എന്തെല്ലാം ഗിമ്മിക്സ് കാണിച്ചാലും അതുകൊണ്ട് അയാൾ സ്വർഗത്തിൽ പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കർത്താവ് നോക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ അധർമ്മം പ്രവർത്തിച്ചിട്ടുണ്ടോന്നാ ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുവേൻ. അപ്പോൾ അധർമ്മം പ്രവർത്തിക്കുന്നവൻ ശുശ്രൂഷ ചെയ്താലും, രോഗികളെ സൗഖ്യമാക്കിയാലും, ഭൂതത്തെ പുറത്താക്കിയാലും, വീര്യപ്രവർത്തികൾ പ്രവർത്തിച്ചാലും അധർമ്മം പ്രവർത്തിക്കുന്നവൻ എങ്ങോട്ടേ പോകത്തുള്ളൂ? നരകത്തിലേ പോകത്തുള്ളൂ. ഈ സത്യം അറിഞ്ഞായിരുന്നെങ്കിൽ, ഈ ടെലിവിഷൻ പ്രസംഗകരൊക്കെ ഒന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇതൊരു ഭയങ്കര വഞ്ചനയാണ്. എന്നറിയാമോ? നമ്മളങ്ങ് ചിന്തിച്ചു പോകും, നമ്മൾ നേരെ ഉടലോടെ സ്വർഗത്തിലോട്ട് പോകും, അങ്ങ് ചിന്തിച്ചു പോകും. നമ്മുടെ ശുശ്രൂഷയൊക്കെ നമ്മൾ തന്നെ കാണുമ്പോൾ അത് ഭയങ്കര വഞ്ചനയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമാണ് പ്രധാനം, നമ്മുടെ സ്വഭാവമാണ് പ്രധാനം. അധർമ്മം പ്രവർത്തിക്കുന്നവന് സ്വർഗരാജ്യം കടക്കുകയില്ല. അവിടെ അവന് അധർമ്മം പ്രവർത്തിക്കുന്ന സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിവിടെ പഠിക്കുന്നതായ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ സ്വഭാവത്തെ, എന്താണ് ക്രിസ്തീയ സ്വഭാവമെന്നും അതെങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നുമുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ രൂപാന്തരീകരണത്തിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്കൊരു രൂപാന്തരത്തിന് തയ്യാറാണെങ്കിൽ, ഒരു വ്യത്യാസം ഉണ്ടാകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത രീതിയും സ്വഭാവവും മാറ്റി യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മതി. അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ദാറ്റ്സ് ദ തിങ്, ദാറ്റ് ഈസ് എക്സാക്ട്ലി, അതാണ് നമുക്ക് വാസ്തവത്തിൽ ഇന്ന് അടിസ്ഥാനപരമായി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരു സമർപ്പണം. അതാണ്, കർത്താവേ, നിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ, ഞങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ടതായ, ഞങ്ങൾ പങ്കാളികളാകേണ്ട ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ, കർത്താവെ, ആ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിയാകാൻ എന്നെ സഹായിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ, അതിനുവേണ്ടി എന്റെ ഇപ്പോഴത്തെ എന്ത് കാര്യങ്ങളെയും വിട്ടുകളയാൻ ഞാൻ തയ്യാറാണ്. എന്നേശുവേ, എൻ ജീവനേ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ,
എന്നാശ നീ മാത്രമാ. എന്നീശ്വരീ എൻ ജീവനേ, എന്നാശ നീ മാത്രമാ. എന്നാശ നീ മാത്രമാ. എന്നാശ നീ മാത്രമാ. ശോകാന്തകാരങ്ങളിൽ എന്നെ കാന്തനേരങ്ങളിൽ, ശോകാന്തകാരങ്ങളിൽ എന്നേകാന്ത നേരങ്ങളിൽ എൻ കാന്ത നീയുള്ളിലാശ്വാസമാ. വൈകാതൻ മുൻവന്നിടും. എൻ കാന്ത നീയുള്ളിലാശ്വാസമാ. വൈകാതൻ മുൻവന്നിടും. എന്നീശ്വരീ എൻ ജീവനേ, എന്നാശ നീ മാത്രമാ. എന്നാശ നീ മാത്രമാ. എന്നാശ നീ മാത്രമാ. ഉറ്റോരുപേക്ഷിച്ചിടും എൻ കൂട്ടാളികൾ പോയിടും. ഉറ്റോരുപേക്ഷിച്ചിടും എൻ കൂട്ടാളികൾ പോയിടും. തെറ്റാതെന്നാവശ്യ നേരങ്ങളിൽ കൂട്ടായി എനിക്കുണ്ടു നീ. തെറ്റാതെന്നാവശ്യ നേരങ്ങളിൽ കൂട്ടായി എനിക്കുണ്ടു നീ. എന്നീശ്വരീ എൻ ജീവനേ, എന്നാശ നീ മാത്രമാ. എന്നാശ നീ മാത്രമാ. എന്നാശ നീ മാത്രമാ. രാവിൽ വിളക്കാണു നീ, എൻ നാവിൽ മധുവാണു നീ. രാവിൽ വിളക്കാണു നീ, എൻ നാവിൽ മധുവാണു നീ. അളവില്ലാ കഥനത്തിൻ കാർമേഘത്തിൽ മഴവില്ലിന്നൊളിയാണു നീ. അളവില്ലാ കഥനത്തിൻ കാർമേഘത്തിൽ മഴവില്ലിനൊളിയാണു നീ. എന്നീശ്വരീ എൻ ജീവനേ, എന്നാശ നീ മാത്രമാ.
എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ.